ശ്രദ്ധയ്ക്ക്. കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു പുറത്ത് ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. ആരാണ് അയാൾ? അപ്പോ നമ്മളിവിടെയാണ് പോത്തിനെ ചൂടാനുള്ള കുഴിയെടുക്കാൻ വേണ്ടി പോണത്. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. നമസ്കാരം. ഇടിയേൽക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള ഒരു ജീവിതം അതെങ്ങനെയാണ്, മാറ്റം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അല്ലെങ്കിൽ അടുത്ത് കണ്ടുകൊണ്ട് എവിടെയായിരുന്നു അന്ന് നമ്മുടെ അത് ഇവിടെയാ, ഒന്നിവിടെ, മറ്റു തൊട്ടിപ്പുറം. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. 0 റേഞ്ചിലാണ് ഷൂട്ടിംഗ്. 2 പേര് 2 റിവോൾവർ ഉപയോഗിച്ചിട്ടാണ്. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ട് ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ. 0 റേഞ്ചിലാണ് ഷൂട്ടിംഗ്. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്ത് തോന്നിയ കാണിക്കുന്നത്? ട്രോളുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ ട്രോളുകൾ ആരെല്ലാം മാനസിക രോഗമുള്ളവരും ഒക്കെ ട്രോൾ അയക്കുന്നില്ലേ? ഇത് കപ്പപ്പൊടി ചേർത്ത് വീശിന് പൊറാട്ട പോലായാലും കുറെ മാനസിക രോഗികളുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ വ്യായാമം എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നുണ്ട്. റിംഗ്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. പിടിച്ചോളൂ. 1 2 3. എടാ രാജു, നിന്റെ കൈക്ക് എന്ത് പറ്റി? കഷത്തിൽ വല്ല കുരുവുണ്ടോ? ഞാൻ ജിംനാസ്റ്റിക്സിൽ ചേർന്ന അമ്മായി. ഇന്നു മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജു. ഇപ്പം ഒരു അരമണിക്കൂർ രാവിലെ നടക്കും. പിന്നെ ചില ബ്രീത്തിങ് ഐറ്റംസ് ഉണ്ട്, യോഗയുടെ, അതെടുക്കും. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാ. നിസ്സാരം 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 നിസ്സാരം. നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. നിസ്സാരം. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട്. ആശാന്റെ കഴിക്കാൻ പറ്റിയതാ. ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് ഞെരിച്ച് കളഞ്ഞതാ. കീറിപ്പോയി. അപ്പൊ 100%. യെസ് യെസ്. സഖാവ് എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണ്? ചോറ് കഴിക്കും, കിട്ടാവുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും. നേരത്തെയൊക്കെ ധാരാളം മാംസം, മത്സ്യമൊക്കെ കഴിക്കായിരുന്നു. ഇപ്പോൾ പൊതുവേ മാംസാഹാരം കുറഞ്ഞു. இந்த கோழியை பார்த்தாலே தெரியும், நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഒരു ചിട്ടയാണത്. അല്ല, സഖാവിന്റെ ഒരു ഭയങ്കര നിർവചനമുണ്ട്, ഒരു സെൽഫിക്ക്. അത് ഓർമ്മയുണ്ടോ? പ്രപഞ്ചത്തിലെ അറിവിൻ്റെ മേഖല വിപുലീകരിക്കുകയും അജ്ഞതയുടെ മേഖല ലഘൂകരിക്കുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ് ഈ സെൽഫി. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. ഇത് സെൽഫികളുടെ കാലഘട്ടമാണ്. നമ്മൾ നമ്മുടെ ചിത്രം തന്നെ എടുക്കുന്നതാണ് സെൽഫി. ഈ സെൽഫിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, സെൽഫിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ജോയിക്കുഞ്ഞ്? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ராஜா சொல்றதான் செய்வா, செய்யறது மட்டும்தான் சொல்லுவா. ഞാൻ രാജ.